ആദ്യം കോഴിക്കോട് പേരാമ്പ്രയിൽ DRIയുടെ റെയ്ഡ് സ്വർണ്ണ മൊത്ത വ്യാപാരിയിൽ നിന്ന് 3.22 കോടി രൂപ പിടിച്ചെടുത്തു. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കാറിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. ഷഹദ് റഹ്മാൻ നൽകുന്നതിന് കൂടുതൽ വിശദാംശങ്ങൾ. ഷഹദ്, വലിയ തുകയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. വലിയ തുകയ്ക്കുള്ള സ്വർണമാണ് കണ്ടെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ 3.22 കോടി രൂപ പിടിച്ചെടുത്തു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? DRI എന്ത് വിശദീകരണമാണ് നൽകുന്നത്? പ്രജിൻ, പേരാമ്പ്ര കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണ മൊത്ത വ്യാപാരിയുടെ ഫ്ളാറ്റിൽ നിന്നും 3.22 കോടി രൂപ പിടിച്ചെടുത്തത്. പേരാമ്പ്ര ചിരിതക്കുന്ന് ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ, അതുപോലെ തന്നെ സ്വർണ്ണ മൊത്ത ചില്ലറ വ്യാപാരിയും കൂടിയായിട്ടുള്ള ദീപക്, അതുപോലെ തന്നെ ആനന്ദ് എന്നിവരെയാണ് ഇപ്പോൾ ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഫ്ളാറ്റിലുണ്ടായിരുന്ന ഇവരുടെ അതുപോലെ ഹോണ്ട ബൈക്കും അതുപോലെ തന്നെ കാറും ഈ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത കാറിലെ രഹസ്യ അറയിൽ നിന്നാണ് ഈ പണം ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ സംഘം DRI സംഘം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഇവിടെ എത്തുന്നത്. താമരശ്ശേരിയിൽ നിന്നും പ്രതികളുടെ വാഹനത്തെ പിന്തുടർന്ന് ഈ സംഘം ഇവരെ വീട്ടിലെത്തുകയായിരുന്നു. മഹാരാഷ്ട്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ സംയുക്തമായിട്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ നിന്നും പേരാമ്പ്രയിലെത്തി സ്ഥിര താമസക്കാരാക്കിയ ഇവർ സ്വർണ്ണക്കടകളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളിൽ നിന്നും പഴയ സ്വർണം വിലക്കെടുത്ത് അത് ഉരുക്കി പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ജോലിയാണ് വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്നത്. പേരാമ്പ്രയിൽ ജ്വല്ലറിയും ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാവിലെ 11 മണിക്ക് തുടങ്ങിയ റെയ്ഡ് അല്പസമയം, അതായത് ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. അവരിൽ നിന്നുമാണ് ഇപ്പോൾ ഈ 3 കോടി രൂപ പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രജിൻ, ശരി. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.